പല ആളുകളുടെയും ലൈഫ് എന്ന് പറയുന്നത് രാവിലെ എണീക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് റീല് കാണുന്നു, ഫുഡ് കഴിക്കുന്നു, ദെൻ യൂട്യൂബിൽ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നു, പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ തിരയുന്നു, അങ്ങനെ രാത്രിയാകുന്നു. ഏർലി മോർണിംഗ് 3-4 വരെ റീൽസ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു, പിന്നെ എപ്പോഴൊക്കെയോ ഉറങ്ങുന്നു. നോട്ട് സാറ്റിസ്ഫൈഡ്, റൈറ്റ്? ഇനി കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിന്റെ കാര്യമായിക്കോട്ടെ, മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് എൻജോയിങ് ദിയർ ലൈഫ് ബിക്കോസ് ഓഫ് ദ മാറ്റർ ഓഫ് മണി. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെ ഒരു നോർമൽ ലൈഫിൽ നിന്ന് പുതിയൊരു ലൈഫിലേക്ക് വരാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവരിൽ നിങ്ങൾ കുറച്ച് പേര് മാത്രമാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോ 18 വയസ്സ് മാത്രമാണുള്ളത്. ആൻഡ് കഴിഞ്ഞ 6 വർഷമായിട്ട് പലതരം സൈഡ് ഹസൽസ് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് നൗ ഐ എം റണ്ണിങ് എ പ്രൊഡക്ഷൻ കമ്പനി ബേസ്ഡ് ഇൻ ബോത്ത് കേരള ആൻഡ് ബാംഗ്ലൂർ. സോ ഈ ഒരു വീഡിയോയിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് 25,000 rupees പെർ മന്ത് എങ്കിലും ഏൺ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു 5 വേസ് ആണ് പറഞ്ഞു വരുന്നത്. പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള 5 വേസ് ആണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആൻഡ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് വീഡിയോ, ഐ ജസ്റ്റ് വാണ്ട് യു ടു ടേക്ക് എ പേപ്പർ ആൻഡ് പെൻ. So the number 5th skill to make your first 25,000 per month is become a high ticket sale closer. Please don't get confused. വളരെ കൃത്യമായിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ കാണാനായിട്ട് പറ്റും. ഒരു ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർവീസോ അത് ആവശ്യമുള്ള അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമറിനെ കണ്ടുപിടിച്ച് അവർക്ക് വിൽക്കുക അല്ലെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ പല ബിസിനസ്സുകൾക്കും അവരുടെ പ്രൊഡക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സർവീസോ സെല്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു സെയിൽസ് പേഴ്സണെ ആവശ്യമുണ്ട്. അയാളെയാണ് നമ്മൾ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ സെയിൽസ് മാൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിളോട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. എ എന്ന് പറയുന്ന ഒരാൾക്ക് 1 കോടി രൂപ വിലയുള്ള ഒരു വീടുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് അത് അയാൾക്ക് വിൽക്കണം. സോ നമ്മൾ ആസ് എ സെയിൽസ് പേഴ്സൺ ഈ ഒരു പ്രോപ്പർട്ടി 1 crore rupees ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബയറിനെ കണ്ടുപിടിച്ച് സെല്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സെയിലിന് തന്നെ 1 to 10% കമ്മീഷൻ എടുക്കുന്ന ആൾക്കാർ ഓൾറെഡി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. നിങ്ങൾ ആസ് എ ബിഗിനർ അറ്റ്ലീസ്റ്റ് ഒരു 3% പോട്ടെ, ഒരു 2% കമ്മീഷൻ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാം. ആൻഡ് ഇപ്പൊ 3% കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ 1 crore 3%, അതായത് 1 crore into 3 divided by 100, and you can simply make 3 lakh rupees and it's way more than 25,000 per month. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു പ്രോപ്പർട്ടി വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കാർസ് ചെയ്യാം, ബൈക്സ് ചെയ്യാം, എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ചെയ്യാം, ഈവൻ ഒരു വെബ് ഡെവലപ്മെന്റ് കമ്പനിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിക്കോ നിങ്ങൾ വർക്ക് പിടിച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു പെർസെന്റേജ് കമ്മീഷൻ അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ ദ സെക്കൻഡ് വേ to make 25,000 per month as a student is simply graphic designing. ഒരു ബ്രാൻഡ് ബിൽഡിംഗ് സ്റ്റേജ് മുതൽ അതിന്റെ സ്കെയിലിംഗ് സ്റ്റേജ് വരെ വളരെയധികം മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു കാര്യം എടുത്തു പറയട്ടെ, ഒരുപാട് പേർക്ക് ഗ്രാഫിക് ഡിസൈനിങ് അറിയാം ആൻഡ് ദേ ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദാറ്റ് സീറോ. ഒരു ബിസിനസ് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലോഗോ മുതൽ അതിനകത്ത് ഇട്ടേക്കുന്ന പോസ്റ്റേഴ്സ് വരെ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ബിസിനസ്സിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ പുറത്ത് വിടുന്നത് പോസ്റ്റേഴ്സ് ത്രൂ ആണ്. സോ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു സ്കില്ലിനെ മോണിറ്റൈസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഹോം ടൗണിലുള്ള ബെസ്റ്റ് ബിസിനസ്സസ് നിങ്ങൾ പിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ്സ്, ക്ലോത്തിങ് ബ്രാൻഡ്സ്, എക്സെട്ര എക്സെട്ര. ദെൻ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പിച്ച് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 5,000 rupees പെർ മന്ത് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മന്ത്ലി ഒരു 25 പോസ്റ്റേഴ്സ് ഡെലിവർ ചെയ്യാമെന്നൊക്കെ. ഡോണ്ട് ഓവർതിങ്ക്, ഐ ഡോണ്ട് നോ ദി എക്സാക്ട് പ്രൈസിംഗ് മാർജിൻ ഇൻ ദിസ് ഇൻഡസ്ട്രി, സോ live it. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സർവീസിനെ നിങ്ങൾക്ക് ഒരു കമ്പനി ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യാം, ലൈക്ക് എ ക്രിയേറ്റീവ് ഏജൻസി. തേർഡ് വേ ആൻഡ് വൺ ഓഫ് ദ എഫക്റ്റീവ് വേ ഈസ് ടു സ്റ്റാർട്ട് എ റീസെല്ലിംഗ് ബിസിനസ്. ഞാൻ ഇതിനെ വലിയ രീതിക്ക് പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് അനദർ ലെവൽ ഓഫ് ഓപ്പർച്യൂണിറ്റി, ട്രസ്റ്റ് മീ. നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ പല ആൾക്കാരും വാട്സ്ആപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രൊഡക്ട്സിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും അതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ്, ലൈക്ക് ഷൂസ്, പാൻസ്, ഷർട്ട്സ്, വാച്ചസ്, എക്സെട്ര എക്സെട്ര. ആൻഡ് ഇറ്റ്സ് ഓൾസോ സാച്ചുറേറ്റഡ് like some other businesses in the industry, but there is still a huge opportunity for people who are able to do it very properly. ഇനി എങ്ങനെ റീസെല്ലിംഗ് ബിസിനസ് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യാം? മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുക്കുന്നു, ഡീറ്റെയിൽസ് വെറുതെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു ക്യാപിറ്റൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ ഈസി ആക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ പേജ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ബയോ, ലോഗോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വൃത്തിയാക്കി ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് മിനിമലൈസ് ചെയ്ത് വെക്കുക. തന്നെ ഒരു പ്രോപ്പർ കോണ്ടന്റ് കലണ്ടർ ഉണ്ടാക്കി പ്രോപ്പർ ടൈമിൽ തന്നെ കോണ്ടന്റ്സ് പുഷ് ചെയ്ത് തുടങ്ങുക. ആൻഡ് ബെറ്റർ ടു
add some voice over in it and let's go and run some campaigns. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ക്യാപിറ്റലിന്റെ ആവശ്യം വരുന്നത് to run അഡ്വർടൈസ്മെന്റ്സ്. ഇനി എത്രയാണ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2500 or plus. So second way to make 25,000 per month is പ്രൊഡക്റ്റ് വീഡിയോഗ്രാഫി. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ഫോണും അത്യാവശ്യം വീഡിയോ എടുക്കാനുള്ള ഒരു സ്കില്ലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി എ വീഡിയോ പ്രൊഡ്യൂസർ. വെറുതെ വീഡിയോ എടുക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം ആംഗിൾസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ വിഷ്വൽസിനെ പറ്റിയിട്ടും ഒരു ഐഡിയ ഉള്ളവർക്ക് ദിസ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ട്രസ്റ്റ് മീ, ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ ആം ആക്ച്വലി ഡൂയിങ് റൈറ്റ് നൗ. ഇനി എങ്ങനെ ഈ ഒരു സ്കില്ലിനെ മോണിറ്റൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ധാരാളം ബിസിനസ്സുകളുണ്ട്. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. വാച്ചസ് സെല് ചെയ്യുന്ന ഒരു ഷോപ്പ്. നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ അടുത്ത് നിങ്ങളുടെ സർവീസ് പിച്ച് ചെയ്യുക. വാട്ട് ഈസ് ഇറ്റ്? ആക്ച്വലി വീഡിയോ പ്രൊഡക്ഷൻ. ലെറ്റ്സ് സേ നിങ്ങളുടെ ഷോപ്പിന്റെ വീഡിയോസ്, നിങ്ങളുടെ വാച്ചിന്റെ കളക്ഷൻസ്, അതേപോലെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് വീഡിയോ ആക്കി ഞാൻ തരാമെന്ന് പറയുക. ലൈക്ക് ഒരു 3 ഡിഫറെൻറ്റ് വീഡിയോസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം, ഒരു 4,000 rupees പെർ മന്ത് ആകും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് പിച്ച് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 5 to 6 ക്ലയൻസിനെ അക്വയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ആർ ഓൾറെഡി ഡൺ ബ്രോ. ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർവീസിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കില്ലിനെ ഒരു മൊത്തത്തിലൊരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്ത് സ്കെയിൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് വേ ടു മേക്ക് 25,000 per month, especially as a student, which is digital marketing. Most of the ആൾക്കാർക്ക് കേട്ട് മടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ തന്നെ ഒരുപാട് സ്കാംസും നടക്കാറുണ്ട്. ഇതിനിടയ്ക്ക് പല ആൾക്കാരും 50,000 60,000 രൂപയും മുടക്കി പല കോഴ്സസ് എടുത്ത് കരിയറിൽ ഒരു ഗ്രോത്ത് പോലും ഇല്ലാതെയാണ് നിൽക്കുന്നത്. മെയിൻ പ്രോബ്ലം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാച്ചുറേറ്റഡ് ആയതുകൊണ്ടല്ല, എങ്ങനെ ഈ സ്കിൽ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. വൺസ് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാനായിക്കോട്ടെ, എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനായിക്കോട്ടെ, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ ടു മേക്ക് മണി ഇൻ 2025, മേ ബി ഓൾസോ ഇൻ ഫ്യൂച്ചർ. സോ ഇനി എന്താണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചെറിയൊരു സ്കെച്ച് തരാം. നമ്മുടെ ചുറ്റും ഒരുപാട് ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സുകളെ എല്ലാം ഓൺലൈൻ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്ത് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ബിസിനസ് ഓണേഴ്സും ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലഘട്ടത്തിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈറയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കൂടെ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പത്രങ്ങൾ വഴിയും നോട്ടീസുകൾ വഴിയും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യുന്നത്. കാരണം കസ്റ്റമേഴ്സ് എല്ലാം ഓൾറെഡി ഇപ്പോൾ സോഷ്യൽ മീഡിയ So every business owners need traction to their business through these socials. ഇനി എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് അതുപോലെ തന്നെ ഗൂഗിൾ റിസർച്ചും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് എന്റെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. വെറും 2,000 രൂപയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസർ ആവാം, അതേപോലെ അറ്റ് ദ എൻഡ് അതിനെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് ആക്കി കമ്പനി ആക്കി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുന്നത്. ഈ ഒരു സ്കിൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലയന്റ് 20,000 to 25,000 rupees ചാർജ് ചെയ്യാവുന്നതാണ്. സോ ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് വേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, രണ്ടെന്ന് പറയുന്നത് കോൺഫിഡൻസ്. സോ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ബിസിനസ്സിലേക്കോ സ്കിൽസിലേക്കോ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്, എസ്പെഷ്യലി ഇഫ് യു ആർ ന്യൂ ടു ബിസിനസ്സസ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് മസ്റ്റ് ആയിട്ടും കാണുക. ആൻഡ് ഓൾവേസ് I'll check your notebook later. Keep updating and take action.